ഡയാനയുടെ കാമുകന്മാരുടെ ലിസ്റ്റ് പറഞ്ഞ് അന്നയും നീതുവും അവളെ കളിയാക്കിക്കൊണ്ടിരിക്കവേ ആ മൂവർ സംഘത്തിനിടയിലേക്ക് അവർക്കെതിർ ലിംഗത്തിൽപ്പെട്ട നാലാമതൊരാൾ കടന്നുവന്നു. എക്സ്ക്യൂസ് മീ, ഞാൻ ബെനഡിക്ട് ജോൺ ജോസഫ്. കുട്ടിയുടെ പേരെന്താ? ഡയാനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അപരിചിതൻ ചോദിച്ചു. മുൻപ് അവിടെയൊന്നും കണ്ടിട്ടില്ലാത്ത അയാളെ അവർ നോക്കി നിന്ന അതേസമയം നീതുവിന്റെ ശബ്ദമുയർന്നു. ചേട്ടനിപ്പോ ശരിക്കും എന്താ അറിയണ്ടേ? സത്യം പറഞ്ഞ ഇവിടുത്തെ പള്ളിമേടയിലേക്കുള്ള വഴിയൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഓ, അതറിയാനായിരുന്നോ ഇത്ര ബിൽഡപ്പ്? അതാ അവിടെ കാണുന്നതാ. നിന്നോട് എപ്പോ വരാനാടാ പറഞ്ഞേ? ബെനഡിക്റ്റിന്റെ പുറകിൽ നിന്നും ഉയർന്ന ശബ്ദം കേട്ടതും അവിടെ നിന്നിരുന്ന നാലാളുകളുടെയും ശ്രദ്ധ ശബ്ദം കേട്ട ഭാഗത്തേക്കായി. ആ വ്യക്തിയെ കണ്ട അവർ നാലുപേരും അയാളെ ബഹുമാനത്തോടുകൂടി നോക്കി. അവരുടെ ഇടയിലേക്ക് വന്നിരുന്നത് കിഴക്കേമല സെന്റ് മേരീസ് ഇടവകയിലെ വികാരിയായ ഫാദർ അബ്രഹാം പുത്തൻമലയിലായിരുന്നു. വികാരിയച്ഛനെ കണ്ടതും ബെനഡിക്റ്റ് ഒന്ന് പതറി. അച്ചോ, അത് പിന്നെ കുർബാനയ്ക്ക് മുന്നേ എത്താൻ നോക്കിയതാ. ബസ് കുറച്ച് ലേറ്റായി, അതാ. നിങ്ങൾ പേടിക്കണ്ട പിള്ളേരെ, നമ്മുടെ പുതിയ ഡീക്കൻ അച്ഛനാ, അഥവാ നമ്മുടെ പുതിയ ബ്രദർ. സെമിനാരിയിൽ നിന്നും വരുന്ന വഴിയാ. പേര് ബെനഡിക്ട് ജോൺ ജോസഫ്. കാണുന്ന പോലെയൊന്നുമല്ല, നല്ല പ്രായമുണ്ട്. താടി വരാത്തതുകൊണ്ടേ തോന്നാത്തതാ, അല്ലേടാ? താടിയില്ലാത്ത ഒരാൺകുട്ടിയെ മാനസികമായി തളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല വജ്രായുധം. അത് വികാരിയച്ഛൻ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഡീക്കനു നേരെ പ്രയോഗിച്ചു. വേഗം ബാഗൊക്കെ റൂമിൽ കൊണ്ടുവയ്ക്കേ. രണ്ടാമത്തെ കുർബാന 10 മണിക്കാ. പോയിട്ട് ചായ കുടിച്ച് റെഡിയായി നിൽക്കണം. ഞാൻ പള്ളി കമ്മിറ്റി കഴിഞ്ഞിട്ട് അങ്ങ് എത്തിയേക്കാം. ഇനിയും അവിടെ നിന്നാൽ കൂടുതൽ നാണം കെടുമെന്നോർത്തിട്ടാവാം വികാരിയച്ഛൻ അത് പറഞ്ഞതും ബെനഡിക്റ്റ് കൂടുതലൊന്നും മിണ്ടാതെ കിട്ടിയ അവസരത്തിന് പെട്ടെന്ന് പള്ളിമുറി ലക്ഷ്യമാക്കി നടന്നു. വേദപാഠം ഒന്നുമില്ലേ പിള്ളേരെ? ഉണ്ടച്ചോ, ദേ പോവാ. പെൺകുട്ടികളെ വേദപാഠ ക്ലാസുകൾക്ക് പറഞ്ഞുവിട്ട വികാരിയച്ഛൻ കുറച്ചു സമയത്തിനകം തുടങ്ങാനിരിക്കുന്ന പള്ളിക്കമ്മിറ്റിയിൽ പങ്കെടുക്കുവാനായി യാത്രയായി. അപ്പോഴേക്കും പള്ളിയിൽ കൂടി നിന്നിരുന്ന കൂട്ടങ്ങൾ പലതും പിരിഞ്ഞു തുടങ്ങിയിരുന്നു. വേദപാഠ ക്ലാസ്സിലേക്ക് പോകുന്നതിനു മുൻപായി അന്ന ആൽവിയെ അവസാനമായി ഒന്ന് നോക്കി. അവനും അവൾ ഇട്ട നോട്ടത്തിന് മറുപടിയെന്നോണം അവളെയും ഒന്ന് നോക്കി. ഇനി വരുന്നയാഴ്ച നടക്കുന്ന പള്ളിപ്പെരുന്നാളിനെ അവർ തമ്മിൽ കാണാനുള്ള സാധ്യതയുണ്ടായിരുന്നുള്ളൂ. ആ ഒരു തിരിച്ചറിവോടുകൂടെ തന്നെ ഇരുവരും അന്ന് പിരിഞ്ഞു. 1 മണിക്കൂറിന്റെ വേദപാഠ ക്ലാസ്സിനു ശേഷം കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി. ഉറങ്ങണമെന്നു പറഞ്ഞ് ഡയാനയും ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്ന ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞ് നീതുവും വീട്ടിൽ പോയെങ്കിലും പള്ളിക്കമ്മിറ്റി കഴിഞ്ഞ് അപ്പൻ വരാൻ കാത്തുനിൽക്കുകയായിരുന്നു അന്ന. പള്ളിയുടെ കാര്യങ്ങൾ നോക്കാനും പള്ളിപ്പരിപാടികളിൽ നേതൃത്വം നൽകാനുമാണ് കൈകാരന്മാരെ തെരഞ്ഞെടുക്കുന്നത്. അതത് ഇടവകകളിലെ പക്വതയുള്ള മുതിർന്ന ഏതൊരു പുരുഷനും കൈക്കാരൻ സ്ഥാനം അലങ്കരിക്കാം. അടുത്ത 1 വർഷത്തേക്ക് പള്ളിക്കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നവർ കൈകാരന്മാരായി തുടരണമെന്നാണ് നിയമം. ദേവാലയങ്ങളോട് ചേർന്ന പുരോഹിതന്മാരുടെ താമസസ്ഥലമായ പള്ളിമുറിയിൽ 1.5 മണിക്കൂർ മുമ്പേ തുടങ്ങിയ പള്ളിക്കമ്മിറ്റി അതുവരെയായിട്ടും അവസാനിച്ചിട്ടില്ലായിരുന്നു. പുതിയ കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗവും അതിനോടനുബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളുമായിരുന്നു അപ്പോൾ അവിടെ നടന്നിരുന്നത്. ഒരു പള്ളികളിലും പെരുന്നാളിന് ദിവസങ്ങൾക്ക് മുമ്പ് കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കുന്നത് പതിവില്ല. കഴിഞ്ഞ വർഷം അവറാൻ കൈക്കാരനായിരുന്നപ്പോൾ നടത്തിയ പള്ളിപ്പെരുന്നാളിന്റെ കണക്കിൽ പാളിച്ചകളുണ്ടായതിനാൽ ഈ പ്രാവശ്യവും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ കൊല്ലത്തെ പള്ളിപ്പെരുന്നാളിന് നിലവിലെ കൈക്കാരനായ അവറാനെ മാറ്റി ജോർജിനെ കൈക്കാരനാക്കണം എന്നതായിരുന്നു ചിലരുടെ ആവശ്യം. അതിനെതിരെ അവറാനും അയാൾ ഏർപ്പാടാക്കിയ ആളുകളും നല്ല രീതിയിൽ തന്നെ പ്രശ്നമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അവറാനെ വെറുപ്പിച്ചുകൊണ്ട് കൈക്കാരനാകാൻ ജോർജിന് താൽപ്പര്യമില്ലെങ്കിൽ പോലും ഭൂരിഭാഗത്തിൻ്റെയും തീരുമാനം അതുതന്നെയായിരുന്നു. അതിൻ്റെ ബഹളവും കേട്ട് വീതപാഠ പുസ്തകവും പിടിച്ചു നിന്നിരുന്ന അന്നയുടെ അടുത്തേക്ക് അഭയ സിസ്റ്റർ വന്നു. എന്നാ അന്നക്കൊച്ചി ഇവിടെ നിൽക്കുന്നേ, പോന്നില്ലേ? അപ്പച്ചനെ കാത്തു നിൽക്കുവാ സിസ്റ്ററെ. കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു. അപ്പച്ചനാണേൽ വരുന്നുമില്ല. ആണോ? ഇതിപ്പോ കണ്ടിട്ട് തീരുന്ന മട്ടൊന്നുമില്ല. എന്നാ വാ, നമുക്കങ്ങ് നടന്നേക്കാം. അപ്പോഴേക്കും അപ്പച്ചനെത്തിക്കോളും. പിന്നെ എനിക്കൊരു കൂട്ടുവാവുമല്ലോ. ഒടുവിൽ ജോർജിനെ കാത്തു നിൽക്കാതെ അഭയ സിസ്റ്റർ അന്നയെ കൂട്ടി നടത്തു തുടങ്ങി.
കന്യാസ്ത്രീ മഠവും അന്നുവിന്റെ വീടും ഒരേ വഴിക്കായതുകൊണ്ട് അതവർക്കൊരനുഗ്രഹമായിരുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരുവരും പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞു നടക്കേണ്ട പെരുന്നാളായിരുന്നു അതിലെ പ്രധാന ചർച്ചാവിഷയം. പിന്നെ ഞാൻ നിന്നോട് കുറേ ആയി ചോദിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പള്ളിയിലെ ആ ആൽവിൻ മോൻ ആളെങ്ങനെയാ? ഏത് ആൽവിയാ സിസ്റ്ററെ? എനിക്കങ്ങ് മനസ്സിലായില്ല. ദേ പെങ്കൊച്ചേ, നീ വേഷം കെട്ടിയെടുക്കല് കേട്ടോ. കുർബാന സ്വീകരിച്ചിട്ട് കള്ളം പറയുന്നോ? നീ അവനെ കാണുമ്പോൾ നാണിക്കുന്നതും ഒളിഞ്ഞു നോക്കുന്നതും നിന്ന് പരുങ്ങുന്നതെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് വെറുതെയാണെന്ന് എനിക്കങ്ങ് തോന്നുന്നില്ല. അഭിനയരംഗത്തും കളവു പറയുന്നതിലും ഒരേപോലെ കഴിവില്ലാതിരുന്ന ആ നിഷ്കളങ്കയായ പെൺകുട്ടിക്ക് സിസ്റ്ററിനു മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചിരുന്നില്ല. താൻ പിടിക്കപ്പെട്ടുവെന്നു മനസ്സിലാക്കിയ അവൾ തല താഴ്ത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. ആ ചേട്ടായെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ സിസ്റ്ററെ? അഭയ സിസ്റ്റർ ആയതിനാലും തന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയെപ്പോലെ ആയതിനാലും ഈ കാര്യത്തിൽ അന്നയ്ക്കു ഭയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്കിലും ചമ്മിയ മുഖത്തോടുകൂടെ തന്നെ അവൾക്കന്ന് സിസ്റ്ററുടെ കൂടെ നടക്കേണ്ടി വന്നു. വേഗം ഒരുങ്ങി ഇറങ്ങ് പിള്ളേരെ, ദേ ബസ് വരാനായി. ദാ വന്നു അമ്മേ, ഞാൻ നീയോക്കുട്ടനെ കുളിപ്പിക്കുക. അടുക്കളയിൽ നിന്നുള്ള തന്റെ മാതാവായ റോസിയുടെ മുന്നറിയിപ്പിന് അന്ന കുളിമുറിയിൽ നിന്നും ഉത്തരം നൽകി. അന്നയ്ക്ക് എന്തിനും ഏതിനും തന്നേക്കാൾ തന്റെ സഹോദരനായിരുന്നു സ്ഥാനം. സ്കൂൾ ബസ് വന്നതും അന്ന അനിയനെയും ബാഗും എല്ലാം എടുത്ത് ബസ്സിലേക്കോടി. അമ്മേ, ഞങ്ങൾ പോയേക്കുവാ, പപ്പയോട് പറഞ്ഞേരൂ. അതും വിളിച്ചു പറഞ്ഞുകൊണ്ടവൾ നിയോയെയും കൊണ്ട് ബസ്സിലേക്ക് കയറി. അതിരാവിലെ തന്നെ തന്റെ കൃഷിയിടത്തിലെ കാട്ടുപന്നികളുടെ ആക്രമണം പരിശോധിക്കാനായി പോയ ജോർജിനോടുള്ള യാത്ര അന്ന തന്റെ അമ്മയെ ഏൽപ്പിച്ചു. ഉറ്റ സുഹൃത്തുക്കളായ ജോർജും ബേബിയും കർഷകരാണ്. വെള്ളപ്പുറത്തിരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഒന്നു പറഞ്ഞ് രണ്ടാമത്തതിന് അടിയാണെങ്കിലും ചെറുപ്പം മുതലേ ഇരുവരും ഒരമ്മ പെറ്റ സഹോദരങ്ങളെപ്പോലെയായിരുന്നു. ആ ആത്മബന്ധം അവരുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വിവാഹപ്രായമായപ്പോൾ നല്ല ഒന്നാന്തരം പാലാക്കാരി അച്ചായത്തിയായ റോസിയെ ജോർജ് വിവാഹം കഴിക്കാനായി ഉറപ്പിച്ചപ്പോൾ അതേ പാലാക്കാരിയുടെ ഉറ്റകൂട്ടുകാരിയായ മേരി എന്ന മറ്റൊരു പാലാക്കാരിയെ കർത്താവ് ബേബിക്കായി കണ്ടുവച്ചു. ഞങ്ങളുടെ വിവാഹം ഒരുമിച്ച് നടത്തണമെന്ന റോസിയുടെയും മേരിയുടെയും വാശിക്കു മുന്നിൽ അവരുടെ വീട്ടുകാർ മുട്ടുമടക്കുകയായിരുന്നു. ഒടുവിൽ ആ മണവാളന്മാർക്ക് ദൈവം അന്നാദി മുതലേ നിശ്ചയിക്കപ്പെട്ടവരുമായി ഒരേ ദിവസം ഒരേ പള്ളിയിൽ ഒരേ സമയത്ത് മന്ത്രക്കോടി പുതപ്പിച്ച് താലികെട്ടി. ജോർജിനും റോസിക്കും ഒരു പെൺകുട്ടിയെയും പിന്നീടൊരു ആൺകുട്ടിയെയും നൽകി ദൈവം അനുഗ്രഹിച്ചപ്പോൾ ബേബിക്കും മേരിക്കും ആണെന്നും പെണ്ണെന്നും പറയാനായി ഒരു പെൺകിടാവിനെയാണ് സമ്മാനമായി നൽകിയത്. ഒരു ദിവസത്തെ ക്ലാസ്സിന് ശേഷം പെരുന്നാൾ ദിനം വന്നെത്തി. മലയോര മേഖലയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ആ പ്രദേശത്തെ സ്കൂളുകൾക്ക് അന്നു മുതൽ വരുന്ന ഒരാഴ്ചത്തേക്ക് അവധി നൽകി. പള്ളിമുറ്റത്ത് നാട്ടിയ വലിയ കൊടിമരത്തിൽ കുരിശിന്റെ മുദ്രയുള്ള കൊടി ഉയർത്തിക്കൊണ്ട് വികാരിയച്ചൻ 3 ദിവസം നീണ്ടുനിൽക്കുന്ന മലയോര മേഖലയുടെ ആ വർഷത്തെ ഏറ്റവും വലിയ ആഘോഷത്തിനവിടെ തുടക്കം കുറിച്ചു. പിറ്റേന്നൊരു ശനിയാഴ്ചയായിരുന്നു, ആഘോഷമായ തിരുനാൾ ദിവസം. പെരുന്നാൾ കുർബാനയ്ക്ക് ശേഷമുള്ള പതിവ് പ്രദക്ഷിണത്തിന് ശേഷം പലതരം കലാപരിപാടികൾ കാണാനായി ജനങ്ങളെല്ലാം പള്ളി മൈതാനത്തൊത്തുകൂടി. ഇതേസമയം കൂട്ടത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ ഡയാനിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു നീതു. എടി അന്നേ, ഈ ഡയാനി ഇതെവിടെ പോയതാടി? ദേ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രദക്ഷിണത്തിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടതാ. കുറച്ചു മുമ്പ് അവളുടെ അമ്മച്ചിയോട് വർത്താനം പറയുന്നതും കണ്ടു. ദാണ്ടെ ഇപ്പം നോക്കുമ്പോൾ അവളെ കാണാനുമില്ല. എനിക്കവള് ജിലേബി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞതാ. അവള് മുങ്ങീന്നാ തോന്നുന്നേ. വന്നേ, നമുക്കവളെ തപ്പണം. അവൾ ആ വിപിന്റെ കൂടെ സൊള്ളാൻ വേണ്ടി പോയതാ. അവരാ പള്ളിക്ക് പുറകിലുണ്ട്. അവള് പോയപ്പോ എന്നോട് പറഞ്ഞിട്ടാ പോയത്. അത് ശരി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ നടന്നോ? വന്നേ വന്നേ, നമുക്കിപ്പോൾ അവളെ പോക്കണം. കുറച്ചു കഴിഞ്ഞ ജിലേബി തീർന്നു പോകും. വന്നേ. എന്റെ പൊന്നു നെയ്തോ, നിനക്കിപ്പോ എന്താ വേണ്ടേ? ജിലേബിയോ? തൽക്കാലം ഒരു കാര്യം ചെയ്. കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. ഇപ്പൊ നമുക്കിതൊക്കെ ഒന്ന് കണ്ടച്ചു വരാം. വാ. പള്ളി മൈതാനത്ത് നടക്കുന്ന പലതരം കച്ചവടങ്ങളും കലാപരിപാടികളും കാണാനായി നീതുവും അന്നയും നടന്നു തുടങ്ങി. അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവസാനം അന്നയുടെ കുടുംബം നിൽക്കുന്ന സ്ഥലത്തായി അവരെത്തി. അന്നയുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെ നീതുവിന്റെ അമ്മ മേരിയും അഭയ സിസ്റ്ററും ഉണ്ടായിരുന്നു.
അന്നയെ കണ്ടതോടെ നിയോ റോസിയുടെ കൈവിട്ട് അന്നയുടെ കൈകളിലേക്ക് ചേക്കേറി. അഭയ സിസ്റ്ററും അവരുടെ മാതാപിതാക്കളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് തിരക്കിട്ടുകൊണ്ട് കിഴക്കേമലപ്പള്ളിയുടെ നിലവിലെ കൊച്ചച്ഛനും വികാരിയച്ഛന്റെ അസിസ്റ്റന്റുമായ ഫാദർ സെബാസ്റ്റ്യൻ തോട്ടത്തിൽ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നുവന്നു. ജോർജേട്ടാ, ഒരു പ്രശ്നമുണ്ട്. 2 ദിവസം മുൻപ് കൂടിയ പള്ളി കമ്മിറ്റിയിൽ വികാരിയച്ഛന്റെയും മറ്റിടവകക്കാരുടെയും നിർബന്ധത്തിന് വഴങ്ങി പ്രധാന കൈക്കാരൻ എന്ന സ്ഥാനം ഏറ്റെടുത്തതിനാൽ കൊച്ചച്ഛൻ കൊണ്ടുവന്ന ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് മറ്റാരെക്കാളും ജോർജിന്റെ ആവശ്യമായിരുന്നു. താൻ പ്രധാന കൈക്കാരനായി ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന പെരുന്നാളിന് ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന ആത്മാർത്ഥ ചിന്തയോടുകൂടെ തന്നെ ആകാംക്ഷപൂർവം എന്താണ് കാര്യമെന്ന് അയാൾ കൊച്ചച്ഛനോട് തിരക്കി. എന്താ കൊച്ചച്ചോ, എന്താ കാര്യം?